Hi students, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് മെഷേഴ്സ് ടു എൻഷുർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? നമ്മുടെ പ്രകൃതിയെ നോവിക്കാത്ത തരത്തിലുള്ള ഡെവലപ്മെന്റ് ചെയ്യുക. ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണെങ്കിൽ ആ റിസോഴ്സസ് ഒക്കെ വീണ്ടെടുക്കാൻ നമുക്ക് പറ്റാതെ വരില്ലേ മക്കളെ? അപ്പോൾ നോക്കുക, അതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ അല്ലേ, നിങ്ങൾ കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇനി വരുന്ന കുട്ടികളാണല്ലോ ഇനി വലിയ ചേഞ്ചസ് വരുത്തേണ്ടത്. ഓക്കെ, നോക്കാം. വി ഷുഡ് ഫോക്കസ് ഓൺ യൂസിങ് ദ റിന്യൂവബിൾ റിസോഴ്സസ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റിന്യൂവബിൾ റിസോഴ്സസ് ആയിട്ടുള്ള വാട്ടർ എല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ലിമിറ്റ് വെക്കണം അല്ലേ? And keep inventing new technologies to decrease the use of conventional resources. ഇപ്പോഴത്തെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യാതെ ഒരു ലിമിറ്റ് വെക്കാൻ വേണ്ടി പല ടെക്നോളജീസ്, ന്യൂ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? എങ്ങനെയൊക്കെ? The present resources must be used judiciously. എന്ന് വെച്ചാൽ എന്തൊക്കെ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം ഇത്തരത്തിലുള്ള റിസോഴ്സസിന്റെ നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്? ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, എല്ലാ ഇതിലും ഒരു ക്രമം വരുത്തുക അല്ലേ? ഇത്തിരി യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ആവശ്യമുള്ള മാത്രം യൂസ് ചെയ്യുക, അതിലുപരി യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഇത് പാടില്ല. ഓക്കെ, ആൻഡ് വിത്ത് പ്ലാനിങ്. ഇതിന് ഈ ഒരു കൺസ്ട്രക്ഷന് ഇത്ര മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ കൂടുതൽ അതിൽ നിന്ന് വാരാം എന്നുള്ളൊരു ഇത് മാറണം. ആൻഡ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഷുഡ് ബി അവോയ്ഡഡ്. എന്തിലും ഒരു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ദ മെഷേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മക്കളെ? ഫസ്റ്റ് പോയിന്റ് എന്താണ്? We should focus on using renewable resources അല്ലേ? എന്ന് വെച്ചാൽ we should focus on using renewable resources. നമുക്ക് എന്ത് വേണം? ഓരോ റിസോഴ്സസ് യൂസ് ചെയ്യുമ്പോൾ അതിലൊരു ഫോക്കസ് വേണം. എത്ര മാത്രം നമ്മൾ യൂസ് ചെയ്യണം? ഓവറായിട്ട് യൂസ് ചെയ്യാനും പാടില്ല. അതിന് കുറേ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യണം. in order to invent new techniques in order to decrease the use of conventional resources. And second point നോക്കിക്കേ, the present resources must be used judicially. ഇപ്പോഴത്തെ നമ്മുടെ റിസോഴ്സസ് അല്ലേ, നമ്മൾ നല്ല രീതിയിൽ അല്ലേ, അതുപോലെ തന്നെ ഓവറായിട്ട് രീതിയിൽ യൂസ് ചെയ്യരുത്. ആൻഡ് വിത്ത് പ്ലാനിങ് ആൻഡ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഷുഡ് ബി അവോയ്ഡ്. ഒന്നും ഓവറായിട്ട് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. വാട്ട് അബൌട്ട് നെക്സ്റ്റ് സ്ലൈഡ്? എന്താണ് എൻവിറോൺമെന്റൽ ഡീഗ്രഡേഷൻ? ഇങ്ങനെ ഓവറായിട്ട് നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഈ നാച്ചുറൽ റിസോഴ്സ് ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മുടെ എൻവിറോൺമെന്റിന് പലതരത്തിലുള്ള ഡേഞ്ചറസ് സിറ്റുവേഷനും എൻവിറോൺമെന്റ് അനുഭവിക്കും അല്ലേ? എന്തൊക്കെയാണ് അത്? ഡിഫറെന്റ് വേസിലാണ്. ഡീഫോറസ്റ്റേഷൻ അല്ലെ, ആളുകൾ ഇങ്ങനെ ഫോറസ്റ്റിൽ മരങ്ങളൊക്കെ വെട്ടി വീഴ്ത്തി കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ഡിഫോറസ്റ്റേഷനിൽ അത് എത്തി നിൽക്കും. ആൻഡ് ഫോളിംഗ് ലെവൽസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ, അത് വാട്ടർ ടേബിളിനെ വളരെ നല്ല രീതിയിൽ ബാധിക്കും. സോയിൽ എറോഷൻ എന്ന് പറയുന്നത് കൂടുതൽ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കൃഷിയിടങ്ങളിൽ യൂസ് ചെയ്യുമ്പോൾ അവിടെ സോയിൽ എറോഷൻ ഷുഡ് ബി ഹാപ്പൻ. വാട്ടർ പൊല്യൂഷൻ, നമ്മൾ ഫാക്ടറി മേ ബി വിൽ ബി ഡെവലപ്ഡ് നിയർ ബൈ റിവേഴ്സിന്റെ അടുത്തൊക്കെ ഫാക്ടറീസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെയുള്ള പോയ്സണസ് കെമിക്കൽസ് എങ്ങോട്ട് ഒഴുക്കി വിടും മക്കളെ? ഈ റിവേഴ്സിലേക്ക് ഒഴുക്കി വിടുമ്പോൾ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവും. അല്ലാതെ നമ്മുടെ ജനങ്ങൾ വേസ്റ്റും കൊണ്ടിടുന്നുണ്ട് അല്ലേ? ഓക്കെ, ആൻഡ് ദ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് വെറുതെ നമ്മൾ എന്ത് ചെയ്യാണ്? വെഹിക്കിൾസിൽ ഓവർ യൂസ് ചെയ്യുമ്പോൾ. ആൻഡ് ദ ഹോൾ ഇൻ ഓസോൺ ലെയർ അല്ലേ, ഓസോൺ ലെയറിൽ ഹോൾ, അതൊക്കെ എന്താണ്? ഇത്തരം ഡീഗ്രഡേഷൻ മൂലമാണ്. ആൻഡ് കമ്പ്യൂഷൻ ഫ്രം ഓട്ടോമൊബൈൽസ് കോസിങ് എക്സ്ട്രീം എയർ പൊല്യൂഷൻ. അങ്ങനെ ഫാക്ടറീസിൽ നിന്ന് വരുന്ന പുക, പോയ്സണസ് സ്മോക്ക്, അതൊക്കെ എയർ പൊല്യൂഷൻ വരുന്നു. ഇതൊക്കെയാണ് എന്തിന്റെ എക്സാമ്പിൾസ് മക്കളെ? എൻവിറോൺമെന്റൽ ഡീഗ്രഡേഷന്റെ എക്സാമ്പിൾസ്. ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് മെയിൻലി deforestation, falling levels of groundwater, soil erosion, water pollution, burning of fossil fuels, and the hole in the ozone layer, and combustion from automobiles causing extreme air pollution are the examples of environmental degradation. Okay, next slide.
എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദ എർത്ത് ഹാസ് ഇനഫ് റിസോഴ്സസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ഓൾ. അല്ലെ, നമ്മുടെ ഭൂമിയിൽ എന്തുണ്ട്? ഓരോ ആളുകൾക്ക് യൂസ് ചെയ്യാൻ അത്രത്തക്ക റിസോഴ്സസ് നിലവിലുണ്ട് അല്ലെ. ബട്ട് നോട്ട് ഇനഫ് ടു സാറ്റിസ്ഫൈ ദ ഗ്രീഡ് ഓഫ് ഈവൺ വൺ പേഴ്സൺ. ആളുകളുടെ ആർത്തിക്ക് വേണ്ടി നിലനിൽക്കുന്ന റിസോഴ്സസ് അല്ല നമ്മുടെ എർത്തിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ദിസ് മീൻസ് ദാറ്റ് there are enough resources to meet the needs of all if they are used judiciously and not over exploited. അല്ലെ, എല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അവിടെ നിലനിൽക്കുമല്ല. ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. The earth has enough resources to meet the needs of all, but not enough to satisfy the greed of even one person. This means that there are enough resources to meet the needs of all if they are used judiciously and not over exploited. Should be the resources should be used judiciously and not over exploited by a few. അതിന് നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. Okay, and there were other who needs them. There were other people, other section of people who needs them. ആവശ്യമുള്ള ഇതൊക്കെ ആവശ്യമുള്ള ആളുകളുണ്ട്. നമ്മൾ ഓവറായിട്ട് എക്സ്പ്ലോയ് അവരുടെ പ്രോഫിറ്റിന് വേണ്ടി മാത്രം ഗ്രീഡി മൈൻഡോടെ നമ്മൾ ഈ റിസോഴ്സസിനെ, നാച്ചുറൽ റിസോഴ്സസിനെ ഉപയോഗപ്പെടുത്തരുത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി എന്താണ് റിന്യൂവബിൾ റിസോഴ്സ്? വാട്ട് ഈസ് റിന്യൂവബിൾ റിസോഴ്സസ്? Resources that are replenished by nature are called renewable resources. എന്ന് പറയുമ്പോൾ നാച്ചർ നമുക്ക് തരുന്ന നാച്ചുറൽ തിങ്സ് ആണ് എന്തിൽ വരിക? റിന്യൂവബിൾ റിസോഴ്സ്. വാട്ടർ, എയർ, അതൊക്കെ. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്താണ്? ഗ്രൗണ്ട് വാട്ടർ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് മക്കളെ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിസോഴ്സസ് ദാറ്റ് ആർ റിപ്ലനിഷ്ഡ് ബൈ നാച്ചർ ആർ കോൾഡ് വാട്ട്? റിന്യൂവബിൾ റിസോഴ്സസ്. ഫോർ എക്സാമ്പിൾ എന്താണ് ഒരു എക്സാമ്പിൾ പറയാൻ? ഗ്രൗണ്ട് വാട്ടർ ഒരു എക്സാമ്പിൾ ആണ് അല്ലെ. ഓക്കെ, പിന്നെ എന്താണ് മക്കളെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ്? എന്തൊക്കെയാണ്? റിസോഴ്സസ് ദാറ്റ് ആർ നോട്ട് റിപ്ലനിഷ്ഡ്, ദാറ്റ് ഈസ് വിച്ച് വിൽ ഗെറ്റ് എക്സോസ്റ്റഡ് ആഫ്റ്റർ സം ടൈം ആർ നോൺ ആസ്. എന്ന് വെച്ചാൽ ഇതൊന്നും റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എയർ ആണെങ്കിൽ പിന്നെ നമുക്ക് ഇതായാലും പിന്നെയും ഇതാവും. പക്ഷെ ഇത് എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കുറെ എമൗണ്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറെ വർഷങ്ങൾ എടുക്കും അത് ഉണ്ടായി വരാൻ വേണ്ടിയിട്ട്. അതാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്. ഫോർ എക്സാമ്പിൾ എന്താണ്? ക്രൂഡ് ഓയിൽ. ഓക്കെ, എന്താണ് മക്കളെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ്? Resources that are not replenished, that is those which will get exhausted after some time, is known as non-renewable resources. For example, crude oil. Okay, next one. എന്തൊക്കെയാണ് ഇനി ഡെവലപ്മെന്റിന്റെ സവിശേഷതകൾ എന്ന് നോക്കിയാലോ? ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെവലപ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. The developmental goals are different for different people. പല ആളുകൾക്ക് പല സെക്ഷനിൽ പല കമ്മ്യൂണിറ്റീസിലെ ആളുകൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? നോക്കാം. വാട്ട് മേ ബി ഡെവലപ്മെന്റ് ഫോർ വൺ മേ നോട്ട് ബി ഡെവലപ്മെന്റ് ഫോർ ദ അതർ. ഒരാൾക്ക് വേണ്ട ഡെവലപ്മെന്റൽ ഗോൾ എന്ന് പറയുന്നത് വ്യത്യസ്തതകളായിരിക്കും. അത് എല്ലാവരും എന്തായിരിക്കും? സെയിം ആയിരിക്കില്ല. അവിടെ ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിരിക്കും, ക്ലാഷസ് വരും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഫോർ ഡെവലപ്മെന്റ് people look at a mix of goals. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ കുറെ ഗോൾസ് ഉണ്ടാവും. ഇങ്ങനെ നടക്കണം, അവിടെ എന്ന് വെച്ചാൽ റോഡ് വരണം, സ്കൂള് വരണം അല്ലെ, പാലം വരണം, അങ്ങനെ പലതരത്തിൽ ഡ്രീംസ് ഉണ്ടാവും. പല ഗോൾസ് ആയിരിക്കും. ചിലവർക്ക് വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് വരണം എന്നായിരിക്കും പല സെക്ഷനിലുള്ള സൊസൈറ്റിയിലുള്ള ആളുകൾക്ക്. അതാണ് ഡിഫറെന്റ് പേഴ്സൺ കുഡ് ഹാവ് ഡിഫറെന്റ് ആസ് വെൽ ആസ് കോൺഫ്ലിക്റ്റിംഗ് നോഷൻ എന്ന് ടീച്ചർ പറയാൻ കാരണം അല്ലെ. എല്ലാവർക്കും കൺട്രി ഡെവലപ്മെന്റിൽ കോൺഫ്ലിക്റ്റിംഗ് നോഷൻ, കോൺഫ്ലിക്റ്റിംഗ് ഡെവലപ്മെന്റൽ ഗോൾസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ മക്കളെ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുമ്പോൾ മേ ബി കോമൺ ആയിട്ടുള്ള ആളുകൾ ഒരേ രീതിയിൽ പറയുന്നവരുണ്ടാവും. ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ്, കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഒരു കോമൺ ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഈ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുമ്പോൾ പല ടൈപ്സ് ഉണ്ട്. കോമൺ ഗോൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിഫറെന്റ് ഓർ കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ് ഉണ്ടാവും. അപ്പൊ എന്താണ് കോമൺ ഗോൾസ് എന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ? വാട്ട് ഈസ് കോമൺ ഗോൾസ്?
ഓക്കെ, ദർ ആർ സം നീഡ്സ് വിച്ച് ആർ കോമൺ ടു ഓൾ. എന്ന് വെച്ചാൽ ചില ആവശ്യങ്ങളുണ്ട്, അത് എല്ലാവർക്കും ഒരേ രീതിയിൽ പ്രധാനപ്പെട്ടതാവാം. എന്തൊക്കെയായിരിക്കും അത്? ഇൻകം, എല്ലാവർക്കും വേണം പൈസ അല്ലെ, വേജസ്, ഫ്രീഡം, സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ഇക്വാലിറ്റി, എല്ലാവർക്കും തുല്യത അല്ലെ, സെക്യൂരിറ്റി, സുരക്ഷിതത്വം, റെസ്പെക്ട്, എല്ലാത്തിൽ നിന്നും ബഹുമാനം അല്ലെ, ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദങ്ങൾ, അതൊക്കെ നമുക്ക് വേണം, കോമൺ ഗോൾസ് ആണ് അല്ലെ. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റൽ ഗോൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ കോമൺ ഗോൾസ് ആൻഡ് സെക്കൻഡ് വൺ ഡിഫറെന്റ് ഓർ കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ്. അപ്പൊ അതിൽ കോമൺ ഗോൾസ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇറ്റ് ഈസ് ദർ ആർ സം നീഡ്സ് വിച്ച് ആർ കോമൺ ടു ഓൾ, ലൈക്ക് ഇൻകം, ഫ്രീഡം, ഇക്വാലിറ്റി, സെക്യൂരിറ്റി, റെസ്പെക്ട് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അതുപോലെ തന്നെ ഡിഫറെന്റ് ഓർ കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ് എന്ന ടേം ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ development or progress that does not mean the same thing for every individual. Development എന്ന് പറയുമ്പോൾ പല സെക്ഷൻ ഓഫ് പീപ്പിളിനും പല ഡെവലപ്മെന്റൽ ഗോൾസ് ആയിരിക്കും അല്ലേ. ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് ഇറ്റ്സ് ഓൺ ഐഡിയ ഓഫ് ഡെവലപ്മെന്റ്. ഓരോരുത്തർക്കും എന്തായിരിക്കും, ഓരോരുത്തരുടെ ഐഡിയ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കണം ഡെവലപ്മെന്റ് അല്ലേ. ഓക്കെ, അങ്ങനെ ഫോർ എക്സാമ്പിൾ ഡെവലപ്മെന്റ് ഓഫ് എ ഫാമർ മൈറ്റ് മീൻ ഇറിഗേഷൻ ഫെസിലിറ്റീസ് അല്ലെ. എന്ന് വെച്ചാൽ ഒരു ഫാമറിന് ഒരു എന്താ പറയുക, ഡെവലപ്മെന്റ്, വികസനം എന്ന് പറയുമ്പോൾ അവരുടെ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതായിരിക്കും അല്ലെ. അത് ഓരോരുത്തരുടെ ജോബിനനുസരിച്ച് ഇതിൽ ഇത്ര മാറ്റങ്ങൾ വന്നാൽ അത് നന്നായിരിക്കും എന്നുള്ളത്. വൈൽ ഫോർ അൺഎംപ്ലോയിഡ് യൂത്തിന് എന്തായിരിക്കും, ഒരു തൊഴിലില്ലാതെ നിൽക്കുന്ന ഒരു പൗരന് എന്തായിരിക്കും, കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നാണ് വിചാരിക്കുക. അങ്ങനെ ഡിഫറെന്റ് പീപ്പിൾ ഹാവ് ഡിഫറെന്റ് ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയാൻ കാരണം അതാണ് കേട്ടോ മക്കളെ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഡിഫറെന്റ് ഗോൾസ്. കോമൺ ഗോൾസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള എന്തൊക്കെയാണ്, കോമൺ ആയിട്ട് നമ്മൾ നീഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സെക്യൂരിറ്റി, റെസ്പെക്ട് അല്ലെ, അങ്ങനെയുള്ള സെക്യൂരിറ്റി, റെസ്പെക്ട്, ഫ്രണ്ട്ഷിപ്പ്, അതുപോലെയുള്ള കാര്യങ്ങൾ, ഇക്വാലിറ്റി പോലെയുള്ള കാര്യങ്ങൾ. വാട്ട് അബൌട്ട് ഡിഫറെന്റ് ഗോൾസ്? ഇറ്റ് ഈസ് ഡിഫറെന്റ് ഗോൾ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും, ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെന്റ് ആയിട്ട് ഗോൾ ആയിരിക്കും. ഇപ്പൊ ഫാമറിന് അല്ലെ, കൃഷിക്കാരന് അവരുടെ ഇറിഗേഷൻ ഫെസിലിറ്റി ഇംപ്രൂവ് ചെയ്യണമെന്നാണെങ്കിൽ അൺഎംപ്ലോയിഡ് യൂത്തിന് എന്തായിരിക്കും, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടി വരണം എന്നുള്ളതായിരിക്കും അവരുടെ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ഗോൾ കണ്ടു. ഇനി എന്താ കോൺഫ്ലിക്റ്റിംഗ് ഗോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ 3 types ഓഫ് ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് കോമൺ ഗോൾ, സെക്കൻഡ് വൺ ഇറ്റ് ഈസ് ഡിഫറെന്റ് ഗോൾ, തേർഡ് വൺ ഇറ്റ് ഈസ് കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ്. ആൻഡ് വാട്ട് മേ ബി ഡെവലപ്മെന്റ് ഫോർ സം. കുറച്ചു പേർക്ക് വികസനം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ കുറെ ഇതിനെ നശിപ്പിച്ച് ഉണ്ടാക്കുന്ന ഗ്രീഡി മൈൻഡ് ഉള്ള ആളുകൾ ഇത് പറയും ഡിസ്ട്രക്ഷൻ അല്ലെ. ഫോർ എക്സാമ്പിൾ ഇൻഡസ്ട്രിയലിസ്റ്റ് മേ വാണ്ട് ഡാംസ് ഫോർ ഇലക്ട്രിസിറ്റി. വ്യവസായ ആളുകൾക്ക്, വ്യവസായശാല നിർമ്മിക്കുന്ന ആളുകൾക്ക് ഡാംസ് വേണം എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ. ഡാംസ് വുഡ് ഡിസ്പ്ലേസ് ദ നേറ്റീവ്സ് ഓഫ് എ റീജിയൻ ബൈ സബ്മേർജിങ് ദിയർ ലാൻഡ്. നമ്മൾ പറഞ്ഞു മധ്യപ്രദേശിലുള്ള ആളുകൾക്ക് സർദാർ സരോവർ ഡാം പോലുള്ള ഡാം കെട്ടിപ്പടുക്കുമ്പോൾ അത് അവരുടെ ലാൻഡ് ഫുള്ളും വാട്ടറിന്റെ ഉള്ളിലായി സബ്മേർജ് ആയി പോകുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് വേറെ സ്ഥലത്തേക്ക് അഭയാർത്ഥികളായി പോകേണ്ട ഒരു അവസ്ഥയും വരും. അതാണ് കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയലിസ്റ്റിന് അവരുടെ ലാഭത്തിന് വേണ്ടി അവർ ഡാം കെട്ടിപ്പടുക്കുന്നു, ഇലക്ട്രിസിറ്റിയിലെ ഫാക്ടറീസിലേക്കൊക്കെ ഇലക്ട്രിസിറ്റി ഇതാവാൻ വേണ്ടിയിട്ട് അല്ലെ. അത് എന്തായിരിക്കും, അവിടെയുള്ള നേറ്റീവ്സിന് വലിയ തരത്തിലുള്ള ഡേഞ്ചറസ് സിറ്റുവേഷൻ ആവാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എന്താണ് കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് മേ ബി ഡെവലപ്മെന്റ്, ഇറ്റ് ഈസ് വാട്ട് മേ ബി ഡെവലപ്മെന്റ് ഫോർ സം, ഇറ്റ് ഈസ് മേ ബിക്കം ഡിസ്ട്രക്ഷൻ. ചില പേർക്ക് വികസനം എന്ന് പറയുന്നത് ചില പേർക്ക് അത് ഒരു എന്താ ഡിസ്ട്രക്ഷൻ ആയി മാറാം. അതാണ് പറയുന്നത് ഇൻഡസ്ട്രിയലിസ്റ്റ് മേ വാണ്ട് ഡാംസ് ഫോർ ഇലക്ട്രിസിറ്റി but such dams would displace the natives of a region by submerging their land. അപ്പോൾ എന്തൊക്കെയാണ് കോമൺ ഗോൾ എന്ന് പറയുന്നത്? നമ്മൾ ഇക്വാലിറ്റി, റെസ്പെക്ട്, അതുപോലെ ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ സെക്യൂരിറ്റി, അതൊക്കെ കോമൺ ഗോൾസ്. ഡിഫറെന്റ് ഗോൾസ് എന്ന് പറയുമ്പോൾ ഒരു ഫാമറിന് വേണ്ട ഗോൾ ആയിരിക്കില്ല ഒരു അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്തിന് വേണ്ടത് അല്ലെ. കോൺഫ്ലിക്റ്റിംഗ് ഗോൾ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഡെവലപ്മെന്റ് പോസിറ്റീവ് ആയിരിക്കും, ഒരാൾക്ക് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ ഇൻഡസ്ട്രിയലിസ്റ്റ് ഡാംസ് ഫോർ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് പോലെ ആയിരിക്കില്ല, അത് അവിടെയുള്ള നേറ്റീവ്സിന് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് ഓഫ് എ ഡെവലപ്ഡ് കൺട്രി.
ഒരു ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുമ്പോൾ അവിടെയുള്ള സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും മക്കളെ? ഹൈ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള രാജ്യങ്ങളെയാണ് നമ്മൾ റിച്ച് കൺട്രി എന്ന് നമ്മൾ പ്രീവിയസ് സെഷനിൽ പറഞ്ഞില്ലേ. ആൻഡ് ഹൈ SDI. എന്താണ് SDIന്റെ ഫുൾ ഫോം? ഇറ്റ് ഈസ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. മക്കൾക്ക് മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ? ഇറ്റ് ഈസ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലെ, ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന് പറയുന്ന പേര് SDI അല്ലെ, ഷോർട്ട് ഫോമിൽ ഹൈ SDI. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഇസ് ഗ്രേറ്റർ ഫോക്കസ് ഓൺ എക്കണോമിക് ഗ്രോത്ത് റാദർ ദാൻ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യാതെ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തികമായ വളർച്ചയെ മുൻനിരത്തിക്കൊണ്ടാണ് അവിടെ എന്താ ഡെവലപ്ഡ് കൺട്രി ആയി മാറുന്നത്. ഓക്കെ, അപ്പൊ ഹൈ പെർ ക്യാപിറ്റ ഇൻകം, ഹൈ SDI, ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഗ്രേറ്റർ ഫോക്കസ് ഓൺ എക്കണോമിക് ഗ്രോത്ത് റാദർ ദാൻ ഡെവലപ്മെന്റ് വേണം. അതിലുപരി അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന അവരുടെ എക്കണോമിക് ഗ്രോത്ത് ആണ്, സാമ്പത്തിക വളർച്ചയാണ്. ഇതൊക്കെയാണ് ഡെവലപ്ഡ് കൺട്രീന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കിക്കേ. ആൻഡ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. എല്ലാ സെക്ഷനിലുള്ള ആളുകൾക്കും ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആയിരിക്കാം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല അല്ലെ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് ആക്സസ് ടു ബേസിക് ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. എല്ലാ അല്ലെ എന്ന് വെച്ചാൽ കുറെ ആളുകൾക്ക് എന്തുണ്ട്, എഡ്യൂക്കേഷൻ ആക്സസ് ചെയ്യാനുള്ള, ഹെൽത്ത് കെയർ ആക്സസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടാവും എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ്സ് ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫ് പാരാമീറ്റേഴ്സ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഫ്രീഡം, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്ഡ് കൺട്രിയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ നമ്മൾ പറഞ്ഞത്? ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ. സെക്കൻഡ് പോയിന്റ് ആണ്, മോസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് ആക്സസ് ടു ബേസിക് ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫ് പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡിങ് ഫ്രീഡം ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് ഈ ഒരു എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ നമ്മളെ ഒരു കൺട്രീന്റെ ഡെവലപ്മെന്റിന് അത് എത്രമാത്രം അത് ഒരു റോൾ പ്ലേ ചെയ്യും എന്നുള്ളത് നോക്കിയാലോ. എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു കൺട്രിയിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഫീൽഡും ഹെൽത്ത് എന്ന് പറയുന്ന ഫീൽഡും എന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ, ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ. Because it plays a vital role in the overall development of a human being. അല്ലേ എന്ന് വെച്ചാല് ഒരു മനുഷ്യന്റെ ഓവറോൾ വികസനത്തിന് ഏറ്റവും അത്യാവശ്യം എഡ്യൂക്കേഷൻ ആണ് അല്ലെ. ഓക്കെ, വാട്ട് അബൌട്ട് ഹെൽത്ത്? റോൾ ഓഫ് ഹെൽത്ത്. The general health standard in India is quite low. ഇന്ത്യയിലുള്ള ഹെൽത്ത് സ്റ്റാറ്റസ് നോക്കുക ഇസ് വെരി ക്വൈറ്റ് ലോ ആണ് അല്ലെ. അപ്പോൾ എഡ്യൂക്കേഷൻ പറഞ്ഞ എന്താണ്? റോൾ ഓഫ് എഡ്യൂക്കേഷൻ. ഇറ്റ് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് എ person. And what about the role of health? It is the general health standard in India is quite low. Okay, and next slide. The World Development Report classified countries according to per capita income. നമുക്കറിയാം ഈ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഈ കൺട്രീസിനെ പെർ ക്യാപിറ്റ ഇൻകം ബേസിസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. The countries with per capita income of USD, it is dollar basis, it is 12,236 per annum. Above in 2016 are called in the rich countries. ഇപ്പൊ USD ബേസിസില് 12,236 per annum, വർഷത്തില് 12,236 per annum and above in 2016 അത് above ആവുകയാണെങ്കിൽ അത് rich country എന്നാണ് പറയുന്നത്. And countries with per capita income USD dollar ബേസിൽ 1,005 or less ആണെങ്കിൽ അത് low income country ആണ്. അപ്പൊ എന്താണ് റിച്ച് കൺട്രീന്റെ ലോ ഇൻകം കൺട്രീസിന്റെ ബേസിസ്? The countries with per capita income of USD 12,236 per annum and above in 2016. അല്ലേ, ഈ ഒരു ഡോളർ ബേസിലുള്ള ഈ ഒരു കണക്കിന് 12,236 ആണ് 2016 ഓരോ വർഷം തോറും എന്നുള്ളതാണെങ്കിൽ അത് റിച്ച് കൺട്രി ആയിട്ടാണ് കണക്കാക്കപ്പെടുക. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. കൺട്രീസ് വിത്ത് പെർ ക്യാപിറ്റ ഇൻകം ഓഫ് USD 1,005 or less are called low income countries അല്ലേ. ഓക്കെ,
ആൻഡ് ലിമിറ്റേഷൻ ഓഫ് വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട്. ഈ ഒരു വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ടിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നോക്കിയാലോ. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് കൺസിഡേഴ്സ് ഓൺലി ഇൻകം ആൻഡ് നോട്ട് അതർ ആസ്പെക്ട്സ് സച്ച് ആസ് ലിറ്ററസി, ഹെൽത്ത്, ലൈഫ് എക്സ്പെക്ടൻസി ഒന്നും അതിനൊരു പ്രാധാന്യമുള്ള ഒരു വിഷയമല്ല. അതിന് മെയിൻലി എന്താണ്, ഇൻകം, പെർ ക്യാപിറ്റ ഇൻകമിലാണ്, ബേസിസിലാണ് വേൾഡ് ഡെവലപ്മെന്റ് ഓരോ കൺട്രീസിനെ ഡിവൈഡ് ചെയ്യുന്ന നമുക്ക് മനസ്സിലായില്ലേ. അപ്പൊ അവര് വേറെ ഇമ്പോർട്ടൻസ് ഒന്നും ലിറ്ററസി, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഫീൽഡും കൊടുക്കുന്നില്ല. പിന്നെയോ അതൊരു അവരുടെ ലിമിറ്റേഷൻ ആണ്. ഒരു വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ടിന്റെ എന്താണ് ഒരു കുറവായിട്ട് കാണിക്കുന്നതാണ്. പിന്നെന്താണ്, വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് WDR ആണ് ഷോർട്ട് ഫോം, ഓൺലി ടെൽസ് അബൌട്ട് ഇൻകം നോട്ട് ഹൗ ഇറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് സിറ്റിസൺസ്. ഇല്ല, ഇൻകമിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ. അതെങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നൊരു കാര്യം മാത്രം പറയുന്നില്ല അല്ലേ. അപ്പൊ എന്താണ് ഫസ്റ്റ് ലിമിറ്റേഷൻ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ടിന്റെ ഫസ്റ്റ് കുറവായിട്ട് പറയുന്നത് എന്താണ് മക്കളെ? ഇറ്റ് കൺസിഡേഴ്സ് ഓൺലി ഇൻകം ആൻഡ് നോട്ട് അതർ ആസ്പെക്ട്സ് സച്ച് ആസ് ലിറ്ററസി, ഹെൽത്ത് ആൻഡ് ലൈഫ് എക്സ്പെക്ടൻസി. അപ്പോ എന്താണ് പറയുന്നത്? ഇറ്റ് കൺസിഡേഴ്സ് ഓൺലി ഇൻകം, ഇൻകമിന് മാത്രമാണ് ബേസിസ് കൊടുക്കുന്നത്. ആൻഡ് നോട്ട് അതർ ആസ്പെക്ട്സ്, ലിറ്ററസി, ഹെൽത്ത്, ലൈഫ് എക്സ്പെക്ടൻസിക്ക് ഒന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പിന്നെ സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ, വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട്, അതിന്റെ ഷോർട്ട് ഫോം WDR, ഇറ്റ് ഈസ് ഓൺലി ടെൽസ് അബൌട്ട് ഇൻകം ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ടെൽ അബൌട്ട് ഹൗ ദിസ് ഇൻകം ഇസ് ഡിവൈഡഡ് അമംഗ് ദ സിറ്റിസൺസ്. ഓക്കെ ആൻഡ് ദ യൂസ് ഓഫ് ആവറേജ് എന്ന് പറയുന്നത് യൂസ് ഓഫ് ആവറേജ് ഇൻകം ടു കമ്പയർ ദ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഈ ഒരു ആവറേജ് ഇൻകം ബേസിസിൽ എങ്ങനെ നമുക്ക് ഡെവലപ്മെന്റ് കമ്പയർ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ and the averages are used for better understanding. ആവറേജ് നമുക്ക് കണക്കാക്കപ്പെടുന്നില്ല എന്ന് വെച്ചാൽ നമ്മളെ പെർ ക്യാപിറ്റ ഇൻകം അല്ല, നമ്മൾ നാഷണൽ ഇൻകം നോക്കുമ്പോൾ ആവറേജ് ഇൻകം ഒരാള് ദിവസേന എത്ര വേതനമാണ് അവർക്ക് കിട്ടുന്നതെന്ന് നമുക്ക് ഇതാക്കാൻ പറ്റില്ല. പിന്നെയാണ് നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ചെയ്ത് നമുക്ക് ആവറേജ് ഇൻകം മനസ്സിലാവുന്നത്. ഓക്കെ, ഫോർ കമ്പാരിസൺ ബിറ്റ്വീൻ കൺട്രീസ് ടോട്ടൽ ഇൻകം ഇസ് നോട്ട് വെരി യൂസ്ഫുൾ. എന്ന് വെച്ചാൽ ഇപ്പൊ രാജ്യത്തിന്റെ ഇതിൽ നമ്മൾ കമ്പയർ ചെയ്യാണ്, അപ്പോൾ എന്താണ് അവരുടെ ടോട്ടൽ ഇൻകം നോക്കുന്നത് അത്ര വലിയ ഉപയോഗം ഉള്ള ഇതല്ല. ഓക്കെ, അപ്പോ അതാണ് പറയുന്നത്. Average are used for better understanding. For comparison between countries, total income is not very useful. Average income is okay. Next slide നോക്കിക്കേ മക്കളെ. What is public distribution system? Public distribution system short form ആയിട്ട് പറയുന്നത് PDS എന്നാണ്. Okay, it is a government regulated chain of ration shops entrusted with the work of distributing. നമ്മള് സാധാരണ ഈ റേഷൻ ഷോപ്പുകളെ പറയുന്ന പേരാണ് എന്ത് മക്കളെ? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെ, അല്ലെങ്കിൽ PDS എന്നൊരു ഫോം വെച്ചിട്ട്, ടേം വെച്ചിട്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് വാട്ട് food and non-food commodities to the poor section of society at subsidy basis. സബ്സിഡി ബേസിസിലാണ് അവർ കൊടുക്കുന്ന സാധനങ്ങൾ അല്ലെ. എന്തൊക്കെയാണ് കൊടുക്കുന്നത് മക്കളെ? വീറ്റ്, റൈസ്, കെറോസിൻ, ഷുഗർ എക്സെട്ര ആർ എ ഫ്യൂ. മക്കൾക്കും ഇല്ലേ, മക്കൾക്ക് അറിയാലോ, റേഷൻ പീടിയെ പോയി അവിടെ എന്തൊക്കെ വീറ്റ് ഉണ്ടാവും, റൈസ്, കെറോസിൻ, ഷുഗർ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛനമ്മമാരൊക്കെ വാങ്ങിക്കൊണ്ടുപോയത് മക്കൾ കണ്ടിട്ടില്ലേ? അതൊക്കെ എന്താണ്, നമ്മൾ ഈ ഒരു സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് എന്ത് കയ്യിൽ വേണം? റേഷൻ കാർഡ് വേണം അല്ലേ. അപ്പോ etc. few major commodities distributed by the public distribution system. ഇതൊക്കെയാണ് നമുക്ക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. എന്തൊക്കെയാണ്? What is public distribution system? It is a government regulated chain of ration shops entrusted with the work of distributing basic food and non-food commodities to the poor section of the society at subsidy basis prices. ഓക്കെ, എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നത് മക്കൾ പറഞ്ഞ? ഇറ്റ് ഈസ് വീറ്റ്, റൈസ്, കെറോസിൻ ആൻഡ് ഷുഗർ. ഓക്കെ, എക്സെട്ര ഫ്യൂ മേജർ commodities that distributed by the public distribution system.
അപ്പം മക്കൾക്കറിയാം ഡിഫറെൻറ്റ് കൺട്രീസ് ഹാവ് ഡിഫറെൻറ്റ് പോപ്പുലേഷൻ എന്ന് വെച്ചാൽ ഓരോ കൺട്രീസിലും ഓരോ കൺട്രി വെച്ച് നോക്കും പലതരത്തിലുള്ള പോപ്പുലേഷനാണ്, പല റേസ്, പല കമ്മ്യൂണിറ്റി ഉള്ള ആളുകൾ, പല ലാംഗ്വേജ് പറയുന്ന ആളുകളാണ് അല്ലേ, പല കൾച്ചറിലുള്ള ആളുകളാണ്. ഓക്കെ, ആൻഡ് ടോട്ടൽ ഇൻകം വിൽ നോട്ട് ടെൽ us വാട്ട് an average person is likely to earn. അവരുടെയൊക്കെ ടോട്ടൽ ഇൻകം നോക്കിയാണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഒരു ആവറേജ് പേഴ്സൺ എത്രയാണ് ഒരു ദിവസം ഏൺ ചെയ്യുന്നതെന്ന്. ഓക്കെ, അങ്ങനെയാണ് വേൾഡ് ബാങ്ക് ക്രൈറ്റീരിയം പ്രകാരം പെർ ക്യാപിറ്റ അല്ലെ കൺട്രീസ് വിത്ത് പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ദ കൺട്രീസ് വിത്ത് പെർ ക്യാപിറ്റ ഇൻകം ഓഫ് USD 12,236 per annum in 2016 are called as rich country, and those with per capita income of USD 1,005 or less are called low income countries. നമ്മൾ ഓൾറെഡി പറഞ്ഞ കോൺസെപ്റ്റുകളാണ് അല്ലേ. പിന്നെ എന്താണ് പബ്ലിക് ഫെസിലിറ്റീസ് എന്നൊരു ടേം വെച്ച് പറയുന്നത്, എന്താണ് അത് ഡിനോട്ട് ചെയ്യുന്നത്? Because public facilities are the facilities that are provided to the people by the government. അല്ലേ, ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ് ആണ് പബ്ലിക് ഫെസിലിറ്റീസ്. എന്തൊക്കെയാണ് പബ്ലിക് ഫെസിലിറ്റീസ്? ഇറ്റ് ഈസ് the provision of public services എന്ന് വെച്ചാൽ പബ്ലിക് സർവീസസ് ആൻഡ് ഫെസിലിറ്റീസ് ഇൻ ദ അർബൻ എൻവിറോൺമെന്റ് അല്ലെ, എല്ലാ വിധത്തിലെ പാർക്ക്, പബ്ലിക് റോഡ്, അങ്ങനെ പബ്ലിക് ആയിട്ടുള്ള നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതും ഉണ്ടാവും, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലുള്ളതും ഉണ്ടാവും അല്ലെ. ഇപ്പൊ എന്താ പറയാ, പെട്രോൾ പമ്പ്സ് ഒക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളുടെ, ഇപ്പൊ റിലയൻസ് ഒക്കെ അംബാനിന്റെ ഇതിലുള്ള ഇതൊക്കെ വരുന്നുണ്ടാവും, അത് ഗവൺമെന്റിന്റെ ഇതിൽ വരുന്നതാണോ? അല്ല. അങ്ങനെ പ്രൈവറ്റ് ഇതിനനുസരിച്ചുള്ളതും അതുപോലെ പബ്ലിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് നമുക്ക് എക്വയർ ചെയ്യാൻ പറ്റുന്ന കാര്യം. KSRTC പബ്ലിക് ആണ് അല്ല, അതുപോലത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള ബസ്സസ് ഉണ്ട്, അത് വേറെ പ്രൈവറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽസ് ആയിരിക്കും അതൊക്കെ നോക്കുന്നത് അല്ലേ. It plays an public facilities play an essential role in providing service to create viable and sustainable, healthy and cohesive communities, overcoming social barriers and increasing achievements. എന്താണ് അപ്പോൾ പബ്ലിക് ഫെസിലിറ്റീസ് എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളെ? It is the facilities that provided to the people by the government. ഈ ഒരു സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, and next point നോക്കിക്കേ, it is the provision of public services and facilities in the urban environment has a significant impact on the quality of life that residents and others enjoy. ഇത്ര രണ്ട് പോയിന്റ്സ് ആണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്നും കൂടെ നമുക്ക് പറഞ്ഞു പോവാം അല്ലെ. ഓക്കെ, മെഷേഴ്സ് ടു എൻഷുർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്തൊക്കെ മെഷേഴ്സ് ആണ് നമ്മളൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കരുതേണ്ട ഒരു മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞേ, ഇറ്റ് ഈസ് വി ഷുഡ് ഫോക്കസ് അല്ലേ ഓൺ യൂസിങ് ദ റിന്യൂവബിൾ റിസോഴ്സസ് അല്ലെ. ഓരോ റിസോഴ്സസ് യൂസ് ചെയ്യുമ്പോൾ അതിനൊരു കൺട്രോൾ വേണം. ആൻഡ് ഓൾസോ വി ഷുഡ് കീപ് ഇൻവെന്റിങ് ന്യൂ ടെക്നിക്സ് അല്ലെ ഇൻ ഓർഡർ ടു ഡിക്രീസ് ദ യൂസ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ്. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്താണ്? ദ പ്രസന്റ് റിസോഴ്സസ് മസ്റ്റ് ബി യൂസ്ഡ് ജുഡീഷ്യസ്ലി. എല്ലാ റിസോഴ്സസും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു പരിമിതി വേണം അല്ലെ, ഓവറായിട്ടൊന്നും എക്സ്പ്ലോയിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ എന്താണ് എൻവിറോൺമെന്റൽ ഡീഗ്രേഡേഷൻ എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ഡിഫറെന്റ് വേസ് അല്ലെ. എന്തൊക്കെയാണ് എൻവിറോൺമെന്റൽ ഡീഗ്രേഡേഷൻ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ പറഞ്ഞത്? ഓരോന്നായിട്ട് കുട്ടികൾ പറഞ്ഞേ. ഫസ്റ്റ് വൺ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇറ്റ് ഈസ് deforestation അല്ലെ. പിന്നെ the falling levels of groundwater, and third one water pollution, and fourth one it is the burning of fossil fuels, and fifth one the hole in the ozone layer, and sixth one the combustion from automobile industry is also causing extreme air pollution അല്ലെ. ഇതൊക്കെയാണ് പ്രോബ്ലംസ് ഒക്കെയാണ് എൻവിറോൺമെന്റൽ ഡീഗ്രേഡേഷൻ ബേസ്ഡ് അപ്പ് ആയിട്ട് നമ്മുടെ നാച്ചുറൽ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ. ഓക്കെ, പിന്നെയോ
the earth has enough resources to meet the needs of all. നമ്മുടെ earthൽ നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസ് ഒക്കെ ആക്സസ് ചെയ്യുന്നുണ്ട്, but not enough to satisfy the greed of even one person. ആളുകളുടെ ആർത്തി എത്രയാണെങ്കിലും ഒതുങ്ങില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്താലേ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ഇനിയുള്ള ജനറേഷനും കൂടെ അത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ അല്ലേ മക്കളെ? പിന്നെന്താണ്, if the resources were used judiciously, it should be used judiciously and not over exploited by a few, because it is the needs of others too അല്ലേ? പിന്നെ എന്താണ് റിന്യൂവബിൾ റിസോഴ്സ്? വാട്ട് ഈസ് റിന്യൂവബിൾ റിസോഴ്സ്? എന്താണ് റിന്യൂവബിൾ റിസോഴ്സ് പറഞ്ഞേ? ഇറ്റ് ഈസ് the resource that are replenished by nature are called renewable resources. എന്താണ് അതിന്റെ എക്സാമ്പിൾ മക്കളെ പറഞ്ഞേ? What is the example of renewable resources? It is ground water, അല്ലെ, എയർ, അതൊക്കെ റിന്യൂവബിൾ റിസോഴ്സസ് ആണ് അല്ലെ? വെരി ഗുഡ്. റിവേഴ്സ്, ലേക്സ്, ട്രീ, ഫ്ലോറ ആൻഡ് ഫോണ ഒക്കെ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ് അല്ലെ? ലിവിങ് തിങ്സ് ഒക്കെ അതിലാണ് ഉൾപ്പെടുക. വാട്ട് അബൌട്ട് നോൺ റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ ഇത് നോൺ ലിവിങ് തിങ്സ് ആണ് അല്ലെ? ഇറ്റ് ഈസ് ദ റിസോഴ്സ് ദാറ്റ് ആർ നോട്ട് റിപ്ലെനിഷ്ഡ്, ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം ടു ബി ഫോംഡ് ഈസ് കോൾഡ് ആസ് വാട്ട്? നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഫോർ എക്സാമ്പിൾ പെട്രോളിയം, കോൾ, അത് ക്രൂഡ് ഓയിൽ ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ് അല്ലെ? ഓക്കെ, ഇനി ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടേമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് മക്കളെ? ഇറ്റ് ഈസ് ഡെവലപ്മെന്റൽ ഗോൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് പീപ്പിൾ ആണ്. പല ആളുകൾക്കും പല ഗോൾസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ? സെക്കൻഡ് പോയിന്റ്, വാട്ട് മേ ബി ഡെവലപ്മെന്റ് ഫോർ വൺ മേ നോട്ട് ബി ഡെവലപ്മെന്റ് ഫോർ അതർ. ഒരാൾക്കുള്ള ഡെവലപ്മെന്റ് കോൺസെപ്റ്റ് ആയിരിക്കില്ല മറ്റൊരാൾക്കുള്ളത് അല്ലെ? പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? For development, people look at a mix of goals. പല ആളുകൾക്ക് പല ഗോൾസ് ആണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കോൺസെപ്റ്റ് ആണ് അല്ലെ? ഓക്കെ, അപ്പോൾ പല ആളുകൾക്കും എന്തുണ്ടാവും? ഡിഫറെന്റ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടാവും. ഡെവലപ്മെന്റൽ ഗോൾസ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഡെവലപ്മെന്റൽ ഗോൾസ് എന്ന് പറയുന്നത് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ഗോൾസ് പറഞ്ഞേ? മക്കൾക്ക് അറിയുന്ന 3 ഗോൾസ്, ഡെവലപ്മെന്റൽ ഗോൾസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒന്നും കൂടെ ഓർത്തെടുത്ത് പറഞ്ഞേ. യാ, very good. First one, it is common goal, and second one different goals, and third one it is conflicting goals അല്ലേ? അപ്പൊ common goals എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Yeah, good. There are some needs which are common to all. For example, എന്തൊക്കെ പറയാം? Income, security, equality, respect, അതൊക്കെ ഇതിൽ പറയാം അല്ലേ? Next one, what is meant by different goal? Different goal എന്നൊരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മക്കളെ? It is the development or progress that done means same, it does not mean same thing for every individual. Development എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഓരോരുത്തർക്കും വ്യത്യസ്തമാവും അല്ലെ? ഇപ്പൊ എന്താണ്, ഒരു ഫാമറിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫോർ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആയിരിക്കാം. ബട്ട് ഫോർ ആൻ അൺഎംപ്ലോയിഡ് യൂത്തിന് ഒരു ഡെവലപ്മെന്റ് വരണം എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ദേ ഷുഡ് ഗെറ്റ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ്. എന്താണ് കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് മേ ബി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ അത് പ്രോഫിറ്റ് ആയിരിക്കാം, മറ്റൊരു സെക്ഷൻ അത് ഡിസ്ട്രക്ഷൻ ആയിരിക്കാം അല്ലെ? ഇപ്പോ എന്താണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻഡസ്ട്രിയലിസ്റ്റ് മേ വാണ്ട് ഡാംസ് ഫോർ ഇലക്ട്രിസിറ്റി, ബട്ട് ഇപ്പൊ മധ്യപ്രദേശിലുള്ള നമ്മൾ പറഞ്ഞു അവിടെ ഒരു സെക്ഷനിലുള്ള ആളുകൾക്ക് സർദാർ സരോവർ ഡാം ഇതാക്കുന്ന, ഗുജറാത്തിലുള്ള ആളുകൾക്ക് വെള്ളം കിട്ടും എന്ന് വെച്ചാൽ കൂടുതൽ ഭക്ഷ്യക്ഷാമം അനുഭവിക്കുന്ന റീജിയൻസ് ഉള്ള അതൊക്കെ അവിടെ ഇതാവും. പക്ഷെ മധ്യപ്രദേശിലോ അവരുടെ കുറെ ലാൻഡ്സ് എന്ത് ചെയ്യും? ഡാം വരുമ്പോൾ അതൊക്കെ ഇറ്റ് വിൽ ബി സബ്മേർജ്ഡ് ഇൻ ടു വാട്ടർ അല്ലെ? ഇനി എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ഡെവലപ്ഡ് കൺട്രി? ഒരു ഡെവലപ്ഡ് കൺട്രീന്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് high per
ക്യാപിറ്റ ഇൻകം അല്ലെ, ദ ഫീച്ചേഴ്സ് ഓഫ് എ ഡെവലപ്ഡ് കൺട്രി. ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ് ഓരോന്നായിട്ട് പറഞ്ഞേ? ഹൈ പെർ ക്യാപിറ്റ ഇൻകം. നമ്മൾ പറഞ്ഞു എന്തൊക്കെ ബേസിസിലാണ്. ഇപ്പോൾ കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള റീജിയൻസിന് റിച്ച് കൺട്രീസ് എന്നും കുറവുള്ളതിന് പുവർ കൺട്രീസ് എന്നും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. അപ്പോൾ ഹൈ പെർ ക്യാപിറ്റ ഇൻകം ആ ഒരു ഡെവലപ്ഡ് കൺട്രീസിൽ കൂടുതലായിരിക്കും. ആൻഡ് ഹൈ SDI. SDI എന്നൊരു ഷോർട്ട് ഫോമിന്റെ ഫുൾ ഫോം എന്താണ് മക്കൾ പറഞ്ഞേ? വേഗം പറഞ്ഞ് ആലോചിച്ച് നോക്കി, പെട്ടെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഓക്കെ. തേർഡ് പോയിന്റ്, ഗ്രേറ്റർ ഫോക്കസ് ഓൺ എക്കണോമിക് ഗ്രോത്ത് റാദർ ദാൻ ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് ഒരു സൈഡിൽ വേണം, പക്ഷേ ഡെവലപ്ഡ് കൺട്രി കൂടുതൽ ഫോക്കസ് നൽകുന്നത് അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്കാണ്. they put their more focus on economic growth. Okay. And പിന്നെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഡെവലപ്ഡ് കൺട്രീന്റെ സവിശേഷതകൾ? they will lead a high standard of living അല്ലെ, നല്ല ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫ് ആയിരിക്കും അവർ നയിക്കുന്നത്. പിന്നെയോ most of the population has access to ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. കൂടുതൽ ആളുകൾക്കും എന്ത് ആക്സസ് ചെയ്യാനുള്ളതുണ്ട്? ഹെൽത്ത് കെയറും എഡ്യൂക്കേഷൻ കൂടുതൽ ആളുകൾ ആക്സസ് ചെയ്യുന്നുണ്ട് ഡെവലപ്ഡ് കൺട്രിയിൽ എന്നാണ് പറയുന്നത്. വാട്ട് അബൌട്ട് തേർഡ് പോയിന്റ്, ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫ് പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡിങ് ഫ്രീഡം അല്ലെ. എല്ലാവർക്കും കുറെ ഹൈ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ, സെക്ഷൻ ഓഫ് പീപ്പിളിന് ഫ്രീഡം ഉണ്ട്, ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വിൽ ബി ദെയർ. അപ്പൊ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ഡെവലപ്ഡ് കൺട്രി? It is first one, high per capita income, and second one, high human development index, and third one, they will be more focus on economic growth rather than development. And other points, other characteristics of what? Developed country, where high standard of living and most of the population has access to basic health care and education. And last point is high quality of life parameters including freedom and equal opportunities. Okay. And next one, it is the role of education and health in the overall development of a country. ഒരു കൺട്രീന്റെ ഡെവലപ്മെന്റ് മെയിൻലി എന്താണ്? ഒരു എഡ്യൂക്കേഷനും ഹെൽത്തും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റോൾ പ്ലേ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ എന്തൊക്കെയാണ് അത് പ്ലേ ചെയ്യുന്നത്? റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് എ നാഷൻ. ഓക്കെ. അതുപോലെ തന്നെ റോൾ ഓഫ് ഹെൽത്ത്. റോൾ ഓഫ് ഹെൽത്തിന്റെ ഇതിൽ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഹെൽത്ത് സ്റ്റാറ്റസ് വെരി ലോ ആണ്. ഓക്കെ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? ദ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ടിനെ കുറിച്ചാണ്. ദ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് നമ്മുടെ കൺട്രി എന്ന് വെച്ചാൽ കൺട്രീസിനെ, വേൾഡിലുള്ള കൺട്രീസിനെ 2 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആര്? വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട്. എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞ ആ 2 സെക്ഷനെ കുറിച്ച് പെട്ടെന്നൊന്ന് പറഞ്ഞേ. First one, it is the countries with per capita income of USD 12,236 per annum and above in 2016 was called rich countries. And second one, it is the countries with per capita income of USD 1,005 or less are called what? Low income countries. Okay. പിന്നെ എന്തൊക്കെയാണ് ഈ ഒരു വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ടിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്? അപ്പൊ ഫസ്റ്റ് വൺ എന്താണ് അതിന്റെ ലിമിറ്റേഷൻ? ഈ ഒരു വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ടിന്റെ കുറവുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? ഇറ്റ് കൺസിഡേഴ്സ് ഓൺലി ഇൻകം. എന്ന് വെച്ചാൽ പെർ ക്യാപിറ്റ ഇൻകമിന്റെ ബേസിസിൽ മാത്രമാണ് ഓരോ കൺട്രീസിനെ ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞു. റിച്ച് കൺട്രീസ് ആയിട്ടും ലോ കൺട്രി അല്ലെ പുവർ കൺട്രീസ് ആയിട്ടും. പിന്നെ എന്താണ്? പിന്നെ അതിന്റെ കുറവ് എന്ന് പറയുന്നത് വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് WDR എന്നതിന്റെ ഫുൾ ഫോം ചോദിക്കുമ്പോൾ മക്കള് പറയണം വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഓൺലി ടെൽസ് അബൌട്ട് ഇൻകം. ഇൻകമിന്റെ കാര്യം മാത്രമേ അവർ പറയുന്നുള്ളൂ അല്ലെ. ആൻഡ് നോട്ട് ഹൗ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. അതെങ്ങനെയാണ് ആളുകളുടെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നൊരു കാര്യത്തിനെ കുറിച്ച് അവർ പറയുന്നേ ഇല്ല അല്ലെ. വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് that only tells about income, that doesn't tell about how it is distributed among the citizens എന്നൊരു കാര്യം മാത്രം അവർ പറയുന്നില്ല.
പിന്നെന്താണ് നമ്മൾ പറയുന്നത്? ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ആവറേജ് ടു കമ്പയർ ഡെവലപ്മെന്റ്. ആവറേജ് എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ആവറേജ് എന്ന് പറയുമ്പോൾ ഒരാള് എന്ന് വെച്ചാൽ നാഷണൽ ഇൻകം, ടോട്ടൽ ഇൻകം ഇതാക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരാള് ഒരു ആവറേജ് പേഴ്സൺ എത്രയാണ് ഒരു ദിവസം എന്താ പറയാ ഡെയിലി വേജസ് എന്ന് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. പിന്നെ ആവറേജ് ആർ യൂസ് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അല്ലെ. ഫോർ കമ്പാരിസൺ ബിറ്റ്വീൻ കൺട്രീസ് ടോട്ടൽ ഇൻകം ഇസ് നോട്ട് വെരി യൂസ്ഫുൾ അല്ലെ. ഒരു കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻകം അത്ര വളരെ ഉപയോഗപ്രദമല്ല അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ് മക്കളെ? ഇറ്റ് ഇസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് അല്ലെ. അപ്പൊ എന്താണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? PDS എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം ചോദിക്കുമ്പോൾ ഇറ്റ് ഇസ് എ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് മക്കൾ പറയണം. ഇറ്റ് ഈസ് എ ഗവൺമെന്റ് റെഗുലേറ്റഡ് ചെയിൻ ഓഫ് റേഷൻ ഷോപ്സ് അല്ലെ. റേഷൻ ഷോപ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് മക്കളെ? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നത്? ഇറ്റ് ഈസ് the work of distributing what all items, food and non-food commodities to the poor section of the society at subsidy prices അല്ലെ. പിന്നെ എന്തൊക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഐറ്റംസ്? ഓരോന്നായിട്ട് പറഞ്ഞ ഐറ്റംസ് wheat, rice, kerosene, sugar അല്ലെ. പിന്നെ etc are the few major commodities. It is distributed by the public distribution system. Okay, next one. ഇപ്പോൾ ഡിഫറെന്റ് കൺട്രീസ് ഹാവ് ഡിഫറെന്റ് പോപ്പുലേഷൻ അല്ലെ. ഓരോ രാജ്യങ്ങൾക്കും എന്താണ് ഓരോ പോപ്പുലേഷൻ റേറ്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. ജനസംഖ്യ ഒരു സ്ഥലത്ത് കുറവായിരിക്കാം, ഒരു സ്ഥലത്ത് കൂടുതലായിരിക്കാം അല്ലെ. സോ ടോട്ടൽ ഇൻകം വിൽ നോട്ട് ടെൽ us വാട്ട് an average person is likely to earn. അപ്പൊ നമുക്ക് ഒരു കൺട്രീന്റെ ടോട്ടൽ ഇൻകം നോക്കിയിട്ട് നമുക്ക് ഓരോ സിറ്റീസൺ എത്രയാണ് ഒരു ദിവസം സമ്പാദിക്കുന്നതെന്ന് നമുക്ക് പറയാനേ പറ്റില്ല അല്ലെ. ഓക്കെ, സെക്കൻഡ് നോക്കിക്കേ. ഈ ഒരു ബേസിസിനാണ് വേൾഡ് ബാങ്ക് എന്ത് ചെയ്തത്? ഡിവൈഡ് ചെയ്തത് കൺട്രീസിനെ പെർ ക്യാപിറ്റ ഇൻകം ബേസിസിൽ ഓഫ് USD 12,236 per annum in 2016. അങ്ങനെയുള്ള റിച്ച് കൺട്രീസ് എന്നും ദോസ് വിത്ത് പെർ ക്യാപിറ്റ ഇൻകം വിത്ത് USD 1,005 or less are called low income countries എന്ന് ഡിവൈഡ് ചെയ്തത് അതിന്റെ ബേസിസിലായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി ലാസ്റ്റ് വൺ ആണ് എന്താണ് പബ്ലിക് ഫെസിലിറ്റീസ് എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് പബ്ലിക് ഫെസിലിറ്റീസ്? ഇറ്റ് ഈസ് the facility that are provided to the people by the government. ഗവൺമെന്റ് സിറ്റിസൺസിന് കൊടുക്കുന്ന പബ്ലിക് ഫെസിലിറ്റീസ് ഇല്ലേ? ഇപ്പൊ നമ്മള് KSRTC അല്ലെ, അങ്ങനെ ബസ്സസ്, അതുപോലെ തന്നെ പബ്ലിക് ഗവൺമെന്റിന്റെ പല ഹോസ്പിറ്റൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട് നമ്മുടെ നിയർ ബൈ റീജിയൻസിൽ. പിന്നെന്തൊക്കെയാണ് അങ്ങനെ മെഡിക്കൽ, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പല സ്കീംസ്, സ്കോളർഷിപ്സ് ഒക്കെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. അതുപോലെ തന്നെ പല പോളിസീസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. 14 years എബോവ് ഉള്ള എല്ലാവർക്കും എഡ്യൂക്കേഷൻ ആക്സസ് ചെയ്യാനുള്ള ഫ്രീ എഡ്യൂക്കേഷൻ അല്ലെ. 14 years up to 14 years of age. പിന്നെ അതൊക്കെയാണ് അല്ലെ. പിന്നെ ലാസ്റ്റ് പബ്ലിക് ഫെസിലിറ്റീസ് പ്ലേ ആൻ എസെൻഷ്യൽ റോൾ ഇൻ പ്രൊവൈഡിങ് സപ്പോർട്ട് സർവീസസ് ടു ക്രിയേറ്റ് വിയബിൾ ആൻഡ് സസ്റ്റൈനബിൾ ആൻഡ് ഹെൽത്തി കമ്മ്യൂണിറ്റീസ് അല്ലെ. സോ ഇറ്റ് വിൽ ഓവർകം എന്ന് വെച്ചാൽ പബ്ലിക് സർവീസസ് പബ്ലിക് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ആക്സസിബിൾ ടു ഓൾ അല്ലെ. ഒരു സോഷ്യൽ ബാരിയറോ ഒരു സോഷ്യൽ ഡിവിഷനോ അവിടെ ഇല്ല, എല്ലാവർക്കും ആക്സസിബിൾ ആണ് പബ്ലിക് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ. ബട്ട് പ്രൈവറ്റ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു സ്പെഷ്യൽ സെക്ഷൻ ഓഫ് പീപ്പിളിനായിരിക്കും അത് തുറന്നു കൊടുക്കുക അല്ലെ. കൈമേൽ ഇൻകം കൂടെ വേണം അല്ലെ. ഇപ്പൊ എല്ലാം ഡെവലപ്മെന്റ് ആണെങ്കിലും എല്ലാം ഇൻകമിന്റെ ബേസിസിലാണല്ലോ എല്ലാവിധത്തിലെ ഡിവിഷൻസ് ഒക്കെ നടക്കുന്നത് അല്ലെ. പണ്ട് മുതലേ നമുക്ക് അറിയുന്നതാണ്. എല്ലാം ഇൻകം ഉള്ള ആളുകളെ, ഹൈ ആയുള്ള ആളുകളായിരിക്കും ഹൈറാർക്കി തന്നെ. ഒരു സൊസൈറ്റീന്റെ ഹൈറാർക്കിയിൽ ടോപ്പ് പൊസിഷൻ വരുന്നത് അവരായിരിക്കും. എപ്പോഴും പൈസ ലോ ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ലോവർ സെക്ഷനിലാണ് ഇരിക്കുന്നത് അല്ലെ. എപ്പോഴാണെങ്കിലും ഓൾഡൻ ഡേയ്സ് ആണെങ്കിലും അതുപോലെ മോഡേൺ ഡേയ്സ് ആണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ ആണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് അല്ലെ. എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റും എന്ത് ചെയ്യണം മക്കൾ നോട്ട്സിൽ എഴുതി വെച്ചിട്ട് ഒന്നും കൂടെ റീവൈൻഡ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, താങ്ക് യു.